ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര അധികം വീഡിയോസ് തരുന്നതെന്ന് അറിയോ? ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു കാരണവശാലും മാർക്കുകൾ നഷ്ടപ്പെടാൻ പാടില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് കേട്ടോ. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ചോദ്യം കാണുമ്പോൾ സമയത്ത് അത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ഏതാ ചാപ്റ്റർ. സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് മക്കളെ. ഈ ഒരു വീഡിയോയിൽ 10 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 10 ചോദ്യങ്ങൾ 2 മാർക്കിന് ചോദ്യം ഉണ്ടാവും, 3 മാർക്കിന് ചോദ്യം ഉണ്ടാവും, ചിലപ്പോൾ 4 മാർക്കിന് ചോദ്യം ഉണ്ടാവും. ഇത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 20 മാർക്ക് ഷുവർ ആണ്, പോക്കറ്റിൽ ഇടാം. അപ്പൊ വീഡിയോ മുഴുവൻ കാണുക, വീഡിയോയുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മക്കളെ ശ്രദ്ധിച്ചോളൂ, മലയാളം മീഡിയം കുട്ടികൾക്ക് ചോദ്യമുണ്ട്. ചോദ്യം നന്നായിട്ട് വാങ്ങുക. ചിത്രത്തിൽ വൃത്ത കേന്ദ്രമാണ് അല്ലെ, O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. വൃത്ത കേന്ദ്രത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയുള്ള കോഡ് അഥവാ ഞാണാണ്. സെന്ററിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെ ആയിട്ടുള്ള ഒരു കോഡാണ് ഈ 3 സെന്റിമീറ്റർ. ആൻഡ് AB = 8 സെന്റിമീറ്റർ ആണ്. മക്കളെ, സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മൾ ഒരു കോഡിനെ ഒരു കോഡിന് കുത്തനെ ഒരു വര വരയ്ക്കുന്ന സമയത്ത് ആ കോഡിനെ എന്താക്കുന്നത് കറക്റ്റ് ബൈസെക്ട് ചെയ്യും. ഈ AB നീളം മൊത്തം 8 ആണെങ്കിൽ ഈ കാണുന്ന നീളം 4 ആയിരിക്കും. ഈ ചോദ്യം നിങ്ങൾക്ക് 4 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്, അടുത്തൊരു കാര്യമാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AM? AMന്റെ നീളം കിട്ടി, ദാറ്റ് ഈസ് 4 ആണ്. സിമ്പിൾ, 1 മാർക്കായി. രണ്ടാമതൊരു കാര്യം, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? അപ്പം തന്നെ ഈ ചിത്രം വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ മക്കളെ. സർക്കസിന് ഒരു ചോദ്യം വന്നാൽ വേഗം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഫസ്റ്റ് ഐഡിയ എന്താ അറിയോ? അവിടെ എങ്ങനെയെങ്കിലും ഒരു റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള. റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. അത് നമ്മൾ ഉണ്ടാക്കി. അത് പല തരത്തിൽ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ ഇങ്ങോട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഉണ്ടാക്കാം, ഇനി ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് ഉണ്ടാക്കാം, ഇങ്ങോട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് ഉത്തരം കിട്ടണം. ഇനി നമ്പർ എഴുതി വെച്ചോളൂ. ഇത് 3ഉം ഇത് 4ഉം ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും. പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. 3, 4, 5 പഠിച്ചു വെച്ചോളൂ കേട്ടോ. 6, 8, 10 എന്തായാലും ഇന്ന് ചോദ്യം ഉണ്ടാവും. 5, 12, 13. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈതഗോറസ് വെച്ചാൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും കേട്ടോ. അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ മക്കളെ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ കോഡ്? ഒരു കോഡ്, ഒരു ഞാണിന്റെ നീളം കിട്ടണം 4 സെന്റിമീറ്റേഴ്സ് എവേ ഫ്രം ദി സെന്റർ. 4 സെന്റിമീറ്റർ, ഇതിപ്പോ 3 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ അകലെയുള്ള ഒരു കോഡിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 4 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചിട്ട് ഇവിടെ ഒരു ഞാണ് വരക്കാം, ഇനി അല്ലെങ്കിൽ ഞാൻ നേരെ മേലോട്ട് വരയ്ക്കാണ്, കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 4 സെന്റിമീറ്റർ അകലെ ഞാൻ ഒരു റഫായിട്ട് ചിത്രം വരച്ചു. ഈ കാണുന്ന നീളം 4 ആണ്. നമുക്കറിയാം ഈ സർക്കിളിന്റെ റേഡിയസിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഈ കാണുന്ന നീളം 5 ആണ് അല്ലേ. അപ്പോൾ ഇത് 4 ഇത് 5 ആണെങ്കിൽ ഈ കാണുന്ന നീളം എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ആ കോഡ് അഥവാ അതിന്റെ നീളം എത്രയാണ്? 3 + 3 6 ആണ്. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ഒരു 4 മാർക്കിന്റെ 5 മാർക്കിന്റെ ചോദ്യമാണ്. ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന അടുത്ത ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയാൻ പറ്റുമോ? ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ സർക്കിൾ തന്നെ ഒരു ചോദ്യം കൂടി കാണിച്ചു തരാം. വൃത്തങ്ങൾ. ഇൻ ദ ഫിഗർ O is the center of the circle. ചിത്രത്തിൽ O എന്ന് പറയുന്നത് സെന്റർ ആണ്. OBയുടെ നീളം 5 ആണ്. OBയുടെ നീളം 5 ആണ്. ഡിസ്റ്റൻസ് ഫ്രം O to chord AB is 3 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ABയുടെ നീളം എത്ര? 5, 3, 4 + 4 8. സിമ്പിൾ അല്ലേ? ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് മക്കളെ. വളരെ രസകരമായുള്ള ഒരു ചാപ്റ്ററാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇന്ന് രാത്രി കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് എന്താക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങളിൽ നിന്നാണ്. ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നാൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1/9 എന്ന് പറഞ്ഞാൽ 0.111 ആണ്. 2/9 എന്ന് പറഞ്ഞാൽ 0.222 ആണ്. എക്സെട്ര 8/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.888 ആണ്. ഇങ്ങനെ ഇതല്ലോ ഈ സെയിം ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാണുന്ന എല്ലാ ചോദ്യവും നമ്മൾ ചെയ്യുന്നത്. 0.333 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/9 ആണ്. 0.4/9 444 എന്നാൽ 4/9 ആണ്. അപ്പൊ 3, 4, 7, 7/9 എന്നാൽ എത്ര? 0.777 എക്സെട്ര. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം 0.666 ഹോൾ സ്ക്വയർ. നമുക്കറിയാം 0.66 ഹോൾ സ്ക്വയർ എന്നാൽ 6/9 ആണ്. 6/9 സ്ക്വയർ എന്ന് എഴുതാം. 6നെ 9 വെട്ടാം. 2/3 എന്ന് എഴുതാം. 2/3 സ്ക്വയർ എന്ന് എഴുതാം. 2/3 സ്ക്വയർ എന്നാൽ 2² 3² ആണ്. 2² 3² 4/9 ആണ്. 4/9 ആണെങ്കിൽ 0.444 എക്സെട്ര. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ 0.111 റൂട്ടിൻ്റെ ഉള്ളിൽ 0.111 എന്ന് പറഞ്ഞാൽ 1/9. റൂട്ട് 1/9 എന്ന് പറഞ്ഞാൽ √1/√9. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1, √9 3. എങ്ങനെ ആൻസർ ചെയ്യാം? 2 ഭാഗത്ത് എന്ത് കൊടുക്കുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 3 3. 3/9 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 0.333. ഇതൊക്കെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ. 5 മാർക്കിന്റെ ചോദ്യങ്ങളും 4 മാർക്കിന്റെ ചോദ്യങ്ങളും 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ചിത്രം ഏത് ടോപ്പിക്? ഇത് 2 മാർക്കിന്റെ ചോദ്യം. ഒരു സർക്കിൾ
ആ സർക്കിളിന്റെ പെരിമീറ്ററും അഥവാ ചുറ്റളവും പരപ്പളവും കാണാൻ ഒരു പണിയില്ല മക്കളെ. പെരിമീറ്റർ കാണാൻ 2πr, ഒരു സർക്കിളിന്റെ മുഴുവൻ നീളം പെരിമീറ്റർ കാണാൻ 2πr, പരപ്പളവ് കാണാൻ πr². ചോദ്യത്തിൽ കൃത്യമായിട്ട് തന്നു. ഈ കാണുന്ന ചിത്രത്തിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ദ ആൻസർ ഈസ് 2 × π × 5, ദാറ്റ് ഈസ് 10π സെന്റിമീറ്റർ. ഇതാണ് ചുറ്റളവ്. പരപ്പളവോ π × r², 5² 25π cm². സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ പഠിച്ചു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു രസകരമുള്ള മറ്റൊരു ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ് ന്യൂ നമ്പേഴ്സ്. അതായത് റൂട്ടൊക്കെ കണ്ടാൽ പിന്നെ നിങ്ങൾ ഉറപ്പിക്കല്ലേ, ന്യൂ നമ്പേഴ്സ് ആണ്, പുതിയ സംഖ്യകളാണ്. എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യാം? ചിത്രത്തിലെ സമചതുരങ്ങളുടെ പരപ്പളവ് അഥവാ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. 2 ഡെസിമൽ ഫോം വരെ കാണണം. ഇതൊരു സ്ക്വയർ ആണ്, സമചതുരാണ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √2 + 1 ആണല്ലോ. അപ്പൊ ഇത് എന്തായിരിക്കും? √2 + 1 ആണ്. മക്കളെ 2 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ചിത്രത്തിലെ സമചതുരയുടെ പരപ്പളവ് 2 ദശാംശം വരെ കാണണം. 2 എണ്ണം ഉണ്ട്. ഒന്ന് √2 + 1 ആണ്, ഇത് √2 - 1 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √2 + 1 ഹോൾ² ആണ്. √2 + 1 ഹോൾ². മക്കളെ അറിയാത്ത ആളുകൾ എഴുതി വെച്ചോളൂ. a + b ഹോൾ² എന്താ? a² + 2ab + b². a² എന്ന് പറഞ്ഞാൽ എത്ര? √2² പ്ലസ് 2 × എന്റെ സ്ഥാനത്ത് √2, ബിന്റെ സ്ഥാനത്ത് 1 പ്ലസ് b² എന്നാൽ 1². ആൻസർ ചെയ്യാം. √2² നമുക്ക് എന്താക്കാം? വെട്ടാം. സോ 2 + 2√2 + 1, ദാറ്റ് ഈസ് 3 + 2√2. മക്കളെ ഇതിന്റെ കറക്റ്റ് 2 ഡെസിമൽ ഫോം വരെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? 3 + 2 × 1.41 അല്ലേ? നമുക്കറിയാം √2ന്റെ വില 1.41 ആണ്. സോ ദ ആൻസർ ഈസ് 3 + 2 × 1.41 എന്ന് പറഞ്ഞാൽ എത്ര? 2 × 2.82. സോ ഫൈനൽ ആൻസർ ഈസ് 3 + 2.82 പറഞ്ഞാൽ 5.82 ആണ്. ഇതാണ് ഇതിന്റെ പരപ്പളവ് ഏരിയ. ഓക്കെ, ചെയ്ത് നോക്കട്ടോ. ഇതേപോലെ √2 - 1 ആണെങ്കിൽ നിങ്ങൾ ആകെ മാറ്റം ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ എന്ത് കൊടുത്താൽ മതി? -1 കൊടുത്താൽ മതി. അപ്പം ഇവിടെ +1 ഉണ്ടെങ്കിൽ ഇവിടെ -2 - 1, അതായത് 1 + 2√2 വരും. ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കിട്ടും. 1 + 2.82 ദാറ്റ് ഈസ് 3.82 കിട്ടും. ആ ചോദ്യം നിങ്ങൾ പഠിച്ചു കേട്ടോ. ഓക്കെ, ഇനി ഞാൻ രസകരമായുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് അടുക്കാണ്. ഒരു പ്രൂവ് ചെയ്യാനുള്ള ചോദ്യമാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. തെളിയിക്കാനുള്ള ചോദ്യം. എന്താണ് തെളിയിക്കാനുള്ള ചോദ്യം? ദ പിക്ചർ ഷോസ് 2 സർക്കിൾസ് സെന്റേർഡ് അറ്റ് ദി സെയിം പോയിന്റ്. അതായത് കോൺസെൻട്രിക് സർക്കിൾ എന്നാണ് പറയാം. എന്താ അതിന്റെ അർത്ഥം? 2 വൃത്തത്തിന്റെയും കേന്ദ്രം അഥവാ സെന്റർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എന്നിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞു? യെസ്, പ്രൂവ് ദാറ്റ് ദ പാർട്സ് ഓഫ് ദി ലൈൻ ബിറ്റ്വീൻ ദ സർക്കിൾസ് ഓൺ ഐദർ സൈഡ്സ് ആർ ഈക്വൽ. അതായത് ഈ കാണുന്ന AC-യുടെ നീളവും BD-യുടെ നീളവും, BD-യുടെ നീളം അല്ലേ, BD-യുടെ നീളം എന്താണ്? സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അതിനെ E എന്ന് പേരിടുക, എന്തെങ്കിലും പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം AE-യുടെ നീളവും EB-യുടെ നീളവും സെയിം ആണ്, ആണല്ലോ. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതുപോലെ ഏത് വന്നാലും സെയിം ആട്ടോ. AE-യുടെ ഈ നീളവും EB-യുടെ ഈ നീളവും സെയിം ആണ്. അതേപോലെ തന്നെ CE-യുടെ നീളവും ED-യുടെ നീളവും സെയിം ആണ്. CE എന്ന് പറഞ്ഞാൽ ഇതും ED എന്ന് പറഞ്ഞാൽ ഇതും സെയിം ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ കുറച്ച് നോക്കിയാൽ മക്കളെ, 1 - 2 എന്താ കിട്ടുക? AE - CE, AE - CE. ഇതോ EB - ED ആണല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞേ മക്കളെ, AE എന്ന് പറയുന്ന ഈ മുഴുവൻ നീളത്തിൽ നിന്നും CE എന്ന് പറയുന്ന ഈ നീളം കുറച്ചാൽ എന്താ കിട്ടുക? AC ആണ്, AC. EB എന്ന് പറയുന്ന ഈ മുഴുവൻ നീളത്തിൽ നിന്നും ED എന്ന് പറഞ്ഞ ഈ നീളം കുറച്ചാൽ എന്താ കിട്ടുക? TB ആണ്, അല്ലെങ്കിൽ BD ആണ്. സോ പ്രൂവ് ആയി, AC = BD. ഇത് കുറെ തവണ പരീക്ഷയ്ക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ചോദ്യം വന്നാൽ നിങ്ങൾ എന്താക്കണം? ചെയ്യണം കേട്ടോ. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഈ കാണുന്ന ചിത്രം കേട്ടോ. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, CD-ക്ക് ലംബമാണ് OP. AB-യുടെ നീളം 20 സെന്റിമീറ്റർ ആണ്. AB എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ നീളത്തിലാണ് 20 ആണ്. CD-യുടെ നീളം 24 ആണ്. ഇത് മൊത്തം 24 ആണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം OP-യുടെ നീളം 5 സെന്റിമീറ്റർ ആണ് എങ്കിൽ, ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, CA-യുടെ നീളം എത്ര? ഈ കാണുന്ന നീളം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നല്ല രസമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നമുക്കറിയാം PC-യുടെ നീളം എത്രയായിരിക്കും? PC-യുടെ നീളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് മുഴുവൻ CD-യുടെ നീളം 24 ആയതുകൊണ്ട് PC-യുടെ നീളം എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും. PC-യുടെ നീളം എത്രയായിരിക്കും? 12 ആയിരിക്കും. യാതൊരു സംശയമല്ലോ. PC എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഈ കാണുന്ന മുഴുവൻ നീളം 12 ആണ്. ഈ കാണുന്ന നമുക്കറിയാം AB-യുടെ നീളം എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? AB-യുടെ നീളം ചേർത്തിൽ 20 തന്നിട്ടുണ്ട്. സോ ഈ AP-യുടെ നീളം 10 ആയിരിക്കും. അപ്പോൾ CA-യുടെ നീളം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും?
12 മൈനസ് 10 ദാറ്റ് ഈസ് ഇക്വൽ ടു 2 ആണ്. ഓക്കെ ആണോടാ മക്കളെ? 2 സെന്റിമീറ്റർ. നമ്മൾ ഇപ്പോൾ പഠിച്ച അതേ പ്രൂഫിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് നമ്പർ വെച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം, OCയുടെ നീളം എത്ര? OC മക്കളെ, ആ OCയുടെ ചിത്രം ഞാൻ വരയ്ക്കാം കേട്ടോ. OPC എന്ന് പറയുന്ന ചിത്രം വരയ്ക്കാണ്. ഈ കാണുന്ന നീളം CPയുടെ നീളം അല്ലെങ്കിൽ PCയുടെ നീളം 12 ആണ്. OPയുടെ നീളം 5 ആണ്. ഞാൻ നിങ്ങൾ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടാവും. 5, 12, 13 പൈതഗോറസ് ട്രിപ്ലറ്റ് അല്ലേ? അപ്പൊ ഈ കാണുന്നത് അല്ലെങ്കിൽ പൈതഗോറസ് വെച്ച് ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ റൂട്ട് 169 ദാറ്റ് ഈസ് 13 ആൻസർ ആയി. ഐഡിയ കിട്ടിയോ? നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ചൊരു ട്വിസ്റ്റ് ആണ്. സോ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം, നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇൻ ദ ഫിഗർ ട്രിക്ക് ഉണ്ട്. ആൻഡ് ഈക്വലായിട്ട് ട്രയാങ്കിൾ ഓൺ ദി ഹൈപ്പർന്യൂസ്. ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ ആണെങ്കിൽ കിടില ട്രിക്കാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, അഥവാ സമഭുജ ത്രികോണം. ഒന്നാമത്തെ ചോദ്യം, AEF is drawn. What is the length of AC and AD? AC-യുടെയും AD-യുടെയും നീളം എത്ര? ഒരു പണിയില്ല. ഇവിടെ 1 ഇത് 1 ആണെങ്കിൽ വേഗം ഇതാ √2 ആണ്. ഓക്കെ, അതായത് പൈതഗോറസ് യൂസ് ചെയ്യാണ്. ഇവിടെ √2 ഇവിടെ 1 ആണെങ്കിൽ, ഇവിടെ ഇപ്പോൾ 1 ആണെങ്കിൽ സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഇത് √2 ആയിരിക്കും, ഇത് √3 ആയിരിക്കും. ഇതിങ്ങനെ അങ്ങ് പോകും, ഈ ഒരു ഇതിൽ പോകും. √4 ഇത് √5 ഇങ്ങനെ അങ്ങ് പോകും. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്താ? AC and AD ചിത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. AC എന്ന ചിത്രം എഴുതി വെക്കല്ലേ. AC എന്ന √2, AD എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദി ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഈ കാണുന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് കാണുക. നമുക്കറിയാം ഇത് √5, ഇത് √5, ഇത് √5. സോ ആൻസർ ഈസ് 3√5 സെന്റിമീറ്റർ. ഇതാണ് അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. രസമല്ലേ മക്കനെ? സോ ഇതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുക ഒരു സ്ക്വയർ ആയിരിക്കും. അങ്ങനെ വന്നാൽ പരപ്പളവ് കാണാനൊക്കെ ആയിരിക്കും ചോദിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. മലയാളം മീഡിയം കുട്ടികൾക്കും ഇവിടെ ചോദ്യമുണ്ട്. സോ മക്കളെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ കാണുന്ന ചോദ്യം നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. ഇതേ ചോദ്യം ഞാൻ ചിലപ്പോൾ ഇവിടെ 1/2 തരും. ഏത് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. 5 ഉള്ളിടത്ത് 2 വേണം. ഇവിടെ ഒരു 5 ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു 2 കൊടുക്കുന്നു. കാരണം ഡിനോമിനേറ്റർ നമുക്ക് എന്താക്കണം? സെയിം ആക്കണം. അപ്പം 10 ആക്കണമെങ്കിൽ ഇവിടെ 2 കൊടുക്കാം. അപ്പോൾ ഉത്തരം കിട്ടും 2/10 എന്ന് കിട്ടും. 2/10 എന്നാൽ എത്ര? 0.2 ആണ്. അടുത്ത 1/5 സ്ക്വയർ. ഇതിന് ഓൾറെഡി നമുക്ക് കിട്ടി 0.2 ആണ്. സോ ആൻസർ ഈസ് 0.2 പ്ലസ് 1/5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും എന്ത് ചെയ്യണം? 2 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 സ്ക്വയർ എന്നാലേ എന്താ ഉള്ളൂ? ഡിനോമിനേറ്റർ 10ന്റെ സ്ക്വയർ ആവുള്ളൂ, അല്ലെ 10 100 1000 ആക്കണം. അപ്പം 1/2 1 × 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 4 ആണ്. 5 സ്ക്വയർ × 2 സ്ക്വയർ. അപ്പോൾ 5ന്റെയും 2ന്റെയും എണ്ണം കറക്റ്റ് 2 ആണ്. അതുകൊണ്ട് 1 കഴിഞ്ഞ് 2 0. സോ ദ ആൻസർ ഈസ് 0.04. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഉത്തരം എത്ര കിട്ടും? 0.2 പ്ലസ് 0.04 രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും? 0.24 കിട്ടും. സെയിം ഐഡിയ വെച്ച് ഇവിടം വരെയുള്ള ഉത്തരം കിട്ടിയല്ലോ, 0.24 ആണ്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എത്ര കിട്ടും? 0.24 പ്ലസ് 1/5 ക്യൂബ് ആണെങ്കിൽ 1 × 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 5 ക്യൂബ് × 2 ക്യൂബ്. സെയിം ഐഡിയ. അപ്പോൾ എത്ര കിട്ടും? 8/1000 കിട്ടും പ്ലസ് 0.24. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഇത് 0.008 കിട്ടും. 0.024 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഉത്തരം എത്ര എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ്സിൻ്റെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾ എന്താക്കുക? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക മക്കളെ. എൻ്റെ പേരറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.